അടുത്തതായിട്ട് നമുക്ക് സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് യൂണിറ്റും 12ാമത്തെ യൂണിറ്റുമായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ആധാരശിലകൾ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ബിലോ ഇസ് ആൻ എക്സോർട്ട് ഫ്രം എ ലോക്കൽ ഹിസ്റ്ററി പ്രിപ്പയർഡ് ബൈ അനു ഇൻ ദ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അതായത് ഒരു ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ആ പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഒരു റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു എന്ന് പറയുന്ന ആൾ ഒരു ലോക്കൽ ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്തു. ഏത്? വിഴിഞ്ഞം എന്ന് പറയുന്ന, തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്തിനെ കുറിച്ച് ഒരു ലോക്കൽ ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്തു. അതിൽ നിന്നുള്ളൊരു ഭാഗമാണ് താഴെ നമുക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്, വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം. അപ്പോൾ നമുക്ക് നോക്കാം. വിഴിഞ്ഞം ഈസ് സിറ്റുവേറ്റഡ് 15 കിലോമീറ്റർ അവേ ഫ്രം ദ സൗത്ത് ഓഫ് തിരുവനന്തപുരം സിറ്റി. തിരുവനന്തപുരം സിറ്റിയുടെ തെക്കു ഭാഗത്ത് 15 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വിഴിഞ്ഞം. സിൻസ് ദ ആൻഷ്യന്റ് ടൈംസ് ദിസ് കോസ്റ്റൽ റീജിയൻ ഹാസ് ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്. പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ കോസ്റ്റൽ റീജിയൻ, അതായത് ഒരു തീരപ്രദേശമാണ്, കടലിൻ്റെ തീരത്തുള്ള ഒരു പ്രദേശമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതിന് വളരെ വലിയ ഹിസ്റ്റോറിക്കലായിട്ടും കൊമേഴ്സ്യലായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ചരിത്രപരവും കൊമേഴ്സ്യൽ വാണിജ്യപരവുമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. It is mentioned in the Sangam literature that Vizhinjam was one of the most important centers of ancient Tamilagam. Ancient തമിഴകത്തിൻ്റെ, അതായത് പ്രാചീന തമിഴകത്തിലെ ഒരു പ്രധാന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു സെൻറ്റർ ആയിരുന്നു വിഴിഞ്ഞം എന്ന് സംഘം ലിറ്ററേച്ചറിൽ. സംഘം ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ തമിഴ് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് സംഘം സാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന. അപ്പോൾ ഈ സംഘം സാഹിത്യ കൃതികളിൽ ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഴിഞ്ഞം ഈ ആൻഷ്യൻ്റ് തമിഴകത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു എന്ന ഒരു പരാമർശം സംഘംകാല സാഹിത്യകൃതികളിലുണ്ടായിരുന്നു. ഇനി നോക്കിയുള്ളൂ. ആസ് എ പോർട്ട് ആൻഡ് എ സെൻറ്റർ ഓഫ് ട്രേഡ് ദിസ് റീജിയൻ ഹോൾഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ. അതായത് ഒരു പോർട്ടായിട്ട്, ഒരു തുറമുഖമായിട്ടും പിന്നെ ഒരു സെൻറ്റർ ഓഫ് ട്രേഡ്, ഒരു വാണിജ്യ കേന്ദ്രമായിട്ടും ഈ ഒരു റീജിയൻ, അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ആ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്, ഒരു സ്ഥാനമുണ്ട്, ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥാനമുണ്ട്. എങ്ങനെയൊക്കെ? പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരവും സോഷ്യൽ, സാമൂഹ്യപരവും എക്കണോമിക്, സാമ്പത്തികപരവുമായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒരു പോർട്ട് എന്ന നിലയിലും ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിലും വിഴിഞ്ഞത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. Stone inscriptions and other historical documents show that Vizhinjam was the center of I dynasty of South India during the 9th and 10th century. അതായത് തെക്കേ ഇന്ത്യയിലെ 9ാം സെഞ്ചുറിക്കും 10ാം സെഞ്ചുറിക്കും, 9ാം നൂറ്റാണ്ടിൻ്റെയും 10ാം നൂറ്റാണ്ടിലും ഒക്കെ ഭരിച്ചിരുന്ന ഒരു രാജവംശം, ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ആയ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക് ഡോക്യുമെൻറ്റ്സും പിന്നെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, അതായത് ശിലാലിഖിതങ്ങളിലും ചരിത്രപരമായ രേഖകളിലൊക്കെ കാണിച്ചേക്കുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്നത് ഈ ആയ് ഡൈനാസ്റ്റിയുടെ കേന്ദ്രമായിരുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ 9ാം നൂറ്റാണ്ടിലും 10ാം നൂറ്റാണ്ടിലും സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ രാജവംശമായിരുന്നു ആയ് രാജവംശം. ഈ രാജവംശത്തിൻ്റെ സെൻറ്റർ ഏതായിരുന്നു? വിഴിഞ്ഞമായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലായത്? സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന്, ശിലാലിഖിതങ്ങളിൽ നിന്നും പിന്നെ അതർ ഹിസ്റ്റോറിക് ഡോക്യുമെൻറ്റ്സ്, മറ്റ് ചരിത്രപരമായ രേഖകളിൽ നിന്നും. ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലീലാതിലകം, Attur Krishna Pishardi has recorded that the Ai lineage migrated to Vizhinjam, leaving Aikudi after being defeated by the Pandya kings. അതായത് ലീലാതിലകത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടൊരു കൃതി ആറ്റൂർ കൃഷ്ണ പിഷാരടി രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ആയ് ലീനിയേജ് മൈഗ്രേറ്റഡ് ടു വിഴിഞ്ഞം, ലീവിങ് ആയ്ക്കുടി ആഫ്റ്റർ ബീങ് ഡിഫീറ്റഡ് ബൈ ദ പാണ്ഡ്യ കിങ്സ്. ആയ് രാജവംശം ഉണ്ടല്ലോ, ആയ് ലീനിയേജ് എന്ന് വെച്ചാൽ ആയ് എന്ന് പറയുന്ന കുടുംബം, വംശം, അവരുടെ വംശം എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു? വിഴിഞ്ഞത്തേക്ക് പോയി. എവിടെ നിന്ന്? ലിവിങ് ആയ്ക്കുടി, ആയ്ക്കുടി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഉപേക്ഷിച്ച് അവർ വിഴിഞ്ഞത്തേക്ക് പോയി. എന്തുകൊണ്ടാണ് അവർ ആയ്ക്കുടി എന്ന് പറഞ്ഞ പ്രദേശം ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് പോയത്? ആഫ്റ്റർ ബീങ് ഡിഫീറ്റഡ് ബൈ ദ പാണ്ഡ്യ കിങ്സ്. ഈ പാണ്ഡ്യ രാജാക്കന്മാർ ഈ ആയ് രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് പോയി എന്ന് ലീലാതിലകത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലീലാതിലകം എന്ന് പറയുന്ന ആ കൃതിയിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം ഹാസ് ബീൻ റെഫേർഡ് ടു ആസ് വിജയപുരി ബൈ ദ ജെയിൻ സെയിൻറ്റ് ഉദ്യോധനസൂരി ഇൻ ഹിസ് വർക്ക് കുവലയമാല.
അതായത് ഉദ്യോധനസുരി എന്ന് പറയുന്ന ഒരു ജൈൻ സന്യാസിയുണ്ട്. ജൈന മതത്തിലെ സന്യാസി. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കുവലയമാല. ഇതാണ് കുവലയമാല. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം വിഴിഞ്ഞത്തിനെ വിജയപുരി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തിനെ എന്തെന്നാ പരാമർശിച്ചത്? വിജയപുരി. ആരാണ്? ഉദ്യോധനസൂരി. അദ്ദേഹം ആരായിരുന്നു? ഒരു ജൈൻ സെയിൻ്റാണ്. ഏത് കൃതിയിലാണ് അദ്ദേഹം അങ്ങനെ പരാമർശിച്ചത്? കുവലയമാല. There is a reference to the fort at Vizhinjam in the inscription of the Pandya king നെടുഞ്ചെലിയൻ. നെടുഞ്ചെലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാണ്ഡ്യ രാജാവുണ്ട്. അദ്ദേഹം വിഴിഞ്ഞത്തെ ഫോർട്ടിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. എവിടെ? അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ശാസനങ്ങൾ എന്ന് പറയും. ഇൻ ദ ഫോറിൻ ട്രാവലോഗ് ടൈറ്റിൽഡ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ it is stated that Vizhinjam was an important port and trade center right from the Sangam period. ഒരു ഫോറിൻ ട്രാവലോഗാണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയും. ഫോറിൻ ട്രാവലോ എന്ന് വെച്ചാൽ വിദേശ സഞ്ചാര സാഹിത്യകൃതി. അപ്പോൾ വിദേശ സഞ്ചാര സാഹിത്യകൃതി ഫോറിൻ ട്രാവലോഗായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? വിഴിഞ്ഞം വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ആൻഡ് ട്രേഡ് സെൻറ്റർ റൈറ്റ് ഫ്രം ദ സംഘം പീരീഡ്. സംഘം കാലഘട്ടം മുതൽ തന്നെ വിഴിഞ്ഞം വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടും ഒരു തുറമുഖവും പിന്നെ ഒരു ട്രേഡ് സെൻറ്റർ, ഒരു വാണിജ്യ കേന്ദ്രവുമായിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. During the excavations conducted by the Department of Archaeology, University of Kerala, the remains of forts situated in this area and the nearby places were found. അതായത് ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്തും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലും പണ്ട് കാലത്ത് ഒരു കോട്ട നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻസ്, അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ ഉത്ഖനനം? എക്സ്കവേഷൻസ് എന്ന് വെച്ചാൽ ഖനനം. ഈ ഖനനങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയത്. അതിൽ നിന്ന് ഈ വിഴിഞ്ഞത്തും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും പണ്ട് കാലത്ത് ഒരു കോട്ട നിലനിന്നിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിരുന്നു. ദ നെയിം കോട്ടപ്പുറം ഈസ് സ്റ്റിൽ ദെയർ ഫോർ എ പ്ലേസ് നിയർ വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ്, ഇപ്പോഴും ഉള്ള ഒരു പേരാണ് കോട്ടപ്പുറം എന്ന് പറയുന്നത്. ദ റിമൈൻസ് ഓഫ് ചൈനീസ് ആൻഡ് റോമൻ വെസൽസ്. ഏതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് കിട്ടിയെന്നുള്ളത്? ചൈനീസ് ആൻഡ് റോമൻ വെസൽസ്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ വെസൽസ്, പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതർ ആർട്ടിഫാക്ട്സ്, മറ്റുള്ളവയുടെ അവശിഷ്ടങ്ങൾ. ആൻഡ് റോമൻ കോയിൻസ്. പിന്നെ റോമൻ കോയിൻസ് എന്ന് വെച്ചാൽ റോമൻ നാണയങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഹൗ ബീൻ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദീസ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് ഫോറിൻ ട്രേഡ് റിലേഷൻസ് ഇൻ ആൻഷ്യൻ ടൈം. ഈ പറയുന്ന പുരാവസ്തു രേഖകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ വിഴിഞ്ഞത്തിന് പണ്ട് കാലത്ത് ഫോറിൻ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദേശ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ദ ആൻഷ്യൻ കേവ് ടെമ്പിൾ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ ഈസ് ആൻ എവിഡൻസ് ഫോർ ദ ആൻറ്റിക്വിറ്റി ഓഫ് ദിസ് പ്ലേസ്. അതായത് പണ്ട് കാലത്ത് ഇവിടെ ഒരു പ്രാചീന ഗുഹാക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ആൻറ്റിക്വിറ്റി എന്ന് വെച്ചാൽ പൗരാണികത, ഇതിൻ്റെ പൗരാണികതയെ വ്യക്തമാക്കുന്നു. അതായത് വളരെ പൗരാണിക കാലം മുതലേ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹാക്ഷേത്രം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി ക്യാൻ ഫൈൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ഇൻ ദിസ് റീജിയൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ലിവ് ഹാർമണസ്ലി. അതായത് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഇവിടെ വളരെ പരസ്പര സാഹോദര്യത്തോടെ വസിക്കുന്നുണ്ട്. പല റിലീജിയനിലുള്ള ആൾക്കാരുടെ ആരാധനാലയങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ വിഴിഞ്ഞത്ത് ഉണ്ട്. വിഴിഞ്ഞം വിച്ച് വാസ് ആൻ ആൻഷ്യൻ പോർട്ട്. വിഴിഞ്ഞം എന്ന് പറയുന്നത് പണ്ടുകാലത്തെ ഒരു തുറമുഖമായിരുന്നു. ഹാസ് നൗ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ഹാർബർ വിത്ത് മോഡേൺ ഫെസിലിറ്റി. അതിപ്പോൾ മോഡേൺ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട തുറമുഖമായി മാറിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അനു പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാവ് യു റീഡ് ദ റൈറ്റ് അപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൺ എബോവ്. നിങ്ങൾ മുകളിൽ കൊടുത്ത ഒരു ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് നമ്മൾ വായിച്ചല്ലോ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റപ്പ്. എന്തെല്ലാം സ്രോതസ്സുകളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ കുട്ടി? അനു എന്ന് പറയുന്ന കുട്ടി. ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതായത് പുരാവസ്തു തെളിവുകൾ, പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ, ദെൻ ലിറ്റററി വർക്ക്സ്, സാഹിത്യകൃതികൾ, പിന്നെ നമുക്കൊരു 4 എണ്ണം കൂടെ ഇവിടെ എഴുതി ചേർക്കണം. ഏതൊക്കെയാണ്? ഫോറിൻ ട്രാവലോഗ് അല്ലെങ്കിൽ വിദേശ സഞ്ചാരക്കുറിപ്പുകൾ, ആൻഷ്യൻ കേവ് ടെമ്പിൾ പ്രാചീന ഗുഹാക്ഷേത്രം, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ചരിത്രരേഖകൾ, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആരാധനാലയങ്ങൾ.
History is thus the branch of study that scientifically records the past based on evidence. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഹിസ്റ്ററി ഈസ് ദസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്, ഒരു പഠനശാഖയാണ് ഹിസ്റ്ററി. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് സയൻറ്റിഫിക്കലി റെക്കോർഡ്സ്, അത് ശാസ്ത്രീയമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. എന്ത്? ദ പാസ്റ്റിനെ, ഭൂതകാലത്തെ സയൻറ്റിഫിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. എങ്ങനെ? ബേസ്ഡ് ഓൺ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. Several pieces of evidence that are necessary for reconstructing history have been left behind in various forms by each period. അതായത് ഓരോ കാലഘട്ടത്തിലും വിവിധ രൂപത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസ് അവശേഷിപ്പിക്കുന്നു. അത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? റീകൺസ്ട്രക്റ്റിംഗ് ദ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാൻ. അതായത് ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്നു, ചരിത്ര രചന എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ആവശ്യമാണ്. ഈ പറയുന്ന എവിഡൻസ് ഒക്കെ വിവിധ രൂപത്തിൽ ഓരോ കാലഘട്ടത്തിലും അവശേഷിപ്പുകളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ ഹിസ്റ്ററിയുടെ രചന അല്ലെങ്കിൽ ചരിത്ര രചന എന്ന് പറയും, റൈറ്റപ്പ് ഒക്കെ നടത്തുന്നത്. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ് ഫോർ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ പാസ്റ്റ്. അപ്പോൾ എന്താണ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്ര രചന എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ്. ഈ പറയുന്ന പീസസ് ഓഫ് എവിഡൻസ്, ഈ പറയുന്ന തെളിവുകൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുക, ശേഖരിക്കുക. എന്തിനാണ് ഈ പറയുന്ന പീസസ് ഓഫ് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഫോർ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ പാസ്റ്റ്. ഈ പറയുന്ന എവിഡൻസിനെയൊക്കെ സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് പാസ്റ്റിനെ കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എവിഡൻസസ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന എവിഡൻസ് കളക്ട് ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. In the previous chapter, you have discussed the vast Mughal and Vijayanagara empires and their rulers in medieval India. മധ്യകാല ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരെയും വിജയനഗര രാജാക്കന്മാരെയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ആദ്യത്തെ 2 യൂണിറ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അൺലൈക്ക് ദ ഹിസ്റ്ററി ഓഫ് സച്ച് വാസ്റ്റ് എംപയേഴ്സ് ആൻഡ് കിങ്, അതായത് ഈ പറയുന്ന വലിയ രാജാക്കന്മാരെയും അവരുടെ ഭരണത്തെക്കുറിച്ചും പഠിക്കുന്നത് പോലെ അല്ല ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ്. ഒരു ചെറിയ സംഭവം, ഒരു ഈവൻറ്റ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഒരാൾ, അല്ലെങ്കിൽ ഓർ എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ, അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള റീജിയൻ. ഇതിനെക്കുറിച്ച് നമ്മൾ മൈന്യൂട്ടായിട്ടും പിന്നെ കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ട്, എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ആ ഒരു പ്രദേശത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ഹിസ്റ്ററി, പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഇവൻറ്റ്. മനസ്സിലായോ? ഇതാ ഇവിടെ ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്ററിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡോക്യുമെൻറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. ഒരു വലിയ റീജിയൻ, ഒരു വളരെ വലിപ്പമുള്ളൊരു റീജിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെക്കുറിച്ചോ നമ്മൾ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി, ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററിയെക്കുറിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട്സ് ഓർ ഈവൻറ്റ്സ് apart from world history, the history of a nation or a province. അതായത് വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ്, അല്ലെങ്കിൽ ഒരു ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വിഷയങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് എന്ത് പറയുന്നത്? ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള, മൈന്യൂട്ടായിട്ടുള്ള ഒരു അന്വേഷണം. ഏതിനെക്കുറിച്ച്? ഒരു ചെറിയ റീജിയനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച്. എന്തിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാതെ വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ചോ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രൊവിൻസിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചോ അന്വേഷിക്കാതെ ഒരു ചെറിയ റീജിയൻ്റെയോ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്.
ഇനി നോക്കിയുള്ളൂ രണ്ടാമത്തത്, ദ ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. അതായത് ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ്, ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, എഴുതപ്പെട്ട രേഖകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസസ് പുരാവസ്തു തെളിവുകൾ, ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് അല്ലെങ്കിൽ ചരിത്ര അവശേഷിപ്പുകൾ. ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മളിവിടെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെ, ഹിസ്റ്ററിയൊക്കെ ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ലോക്കൽ ഹിസ്റ്ററിയിൽ വരുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്യൂസിൻസ്, കസ്റ്റംസ്, ട്രഡിഷൻസ് ആൻഡ് ഓറൽ ട്രഡിഷൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ലോക്കൽ ഫെസ്റ്റിവൽസ് എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങൾ, പിന്നെ ക്യൂസിൻസ് എന്ന് വെച്ചാൽ രുചിശീലങ്ങൾ, അവിടെയുള്ള രുചികൾ, അല്ലേ, പിന്നെ കസ്റ്റംസ് ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും, പിന്നെ ട്രഡീഷൻസ് അനുഷ്ഠാനങ്ങളും, ആൻഡ് ഓറൽ ട്രഡീഷൻസ് വാമൊഴി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരാൾ എന്തെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ അതേക്കുറിച്ച് ഞാൻ അവർക്ക് എൻ്റെ വായ കൊണ്ട് കുറച്ച് ഇൻഫർമേഷൻസ് നൽകും. അതാണ് ഓറൽ ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ വാമൊഴി. ബിക്കം എ പാർട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഇതൊക്കെയാണ് അവിടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൻ്റെ പാർട്ടാവുന്നത്, ചരിത്ര രചനയുടെ ഭാഗമാകുന്നത് കേട്ടോ. ഇനി എന്താ പറ്റുള്ളത്? അസസസ് പാസ്റ്റ് ഈവൻറ്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്. അതായത് പാസ്റ്റ് ഈവൻറ്റ്സ് ഭൂതകാല സംഭവങ്ങൾ, കൾച്ചേഴ്സ് സംസ്കാരങ്ങൾ, ആൻഡ് സൊസൈറ്റി സമൂഹങ്ങൾ, ഇതിനെയൊക്കെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ അസസ് ചെയ്യുന്നു. വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുന്നു. ബ്രോഡ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ വിലയിരുത്തുന്നു. ഇനി ഇവിടെ ഇപ്പുറത്ത് ലോക്കൽ ഹിസ്റ്ററിയിലാണെങ്കിൽ, ബൈ ഡെമോക്രറ്റൈസിങ് ഹിസ്റ്ററി ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻസ്, പീപ്പിൾസ് ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഓഫ് ഹിസ്റ്ററി. അതായത് ചരിത്രത്തെ, ഹിസ്റ്ററിയെ ഡെമോക്രറ്റൈസിങ് എന്ന് വെച്ചാൽ ജനാധിപത്യവൽക്കരിച്ച്, ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻസ്, പീപ്പിൾ ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഓഫ് ഹിസ്റ്ററി. മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു. മെയിൻ സ്ട്രീം ഓഫ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പല റീജിയൻസിനും പീപ്പിൾസിനും ഈവൻസിനും എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷൻ നൽകുന്നു. എങ്ങനെയാണ്? ബൈ ഡെമോക്രറ്റൈസിങ് ഹിസ്റ്ററി, ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് കേട്ടോ. അപ്പോൾ അതും ലോക്കൽ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അതായത് ഇത് കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അതായത് ഇപ്പം പല നല്ല നല്ല പ്രദേശങ്ങളുണ്ടാവും, പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ. പക്ഷേ പിന്നീട് അവയുടെ ആ ഒരു പ്രതാപമൊക്കെ ക്ഷയിച്ച് അത് വളരെ ഒരു സാധാരണപ്പെട്ട ഒരു സ്ഥലമായി മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി കണ്ടുപിടിച്ച് അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാക്കി അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ലോക്കൽ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ.